ലൈഫിൽ സക്സസ് ആവാൻ ഒരൊറ്റ കാര്യം, പണത്തിനാണോ അല്ലെങ്കിൽ മൈൻഡ്സെറ്റിനാണോ പവർ കൂടുതൽ? ബ്രാൻഡ് അംബാസിഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റ് ഇല്ലാതെ ഒരു ബ്രാൻഡ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ബ്രാൻഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തെങ്ങ് വെക്കുന്ന പോലെ ഒരു പെട്ടെന്ന് നിങ്ങൾ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. അയാൾക്ക് എന്ത് ബിസിനസ്സിൽ എന്തും നേടാൻ കഴിയും എന്നുള്ളതാണ്. അവർക്ക് നമസ്കാരം. സാധാരണ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ലൈഫിൽ സക്സസ് ആയ അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആയ ആളുകളെ അവരുടെ ലൈഫ് കൂടുതൽ അറിയലും അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കലും അവർ എങ്ങനെ വളർന്നു, അവരെങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആവുന്നത്. ആൻഡ് സോ ഇന്ന് എൻ്റെ പോഡ്കാസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ഇലേരിയ സോപ്പിന്റെ MD ആയിട്ടുള്ള ജാബർ ഇലേരിയാണ്. ജാബർക്ക് നമസ്കാരം. സോ നമ്മൾ ഈ കാണുന്ന ആളുകൾക്ക് ഞാൻ ഓൾറെഡി ഒരു 5 ചോദ്യങ്ങൾ, സാധാരണ ജൻസികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു 5 ചോദ്യങ്ങള് ഞങ്ങൾ ചോദിക്കും. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടല് നമ്മള് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ, പ്രത്യേകിച്ച് ഈ യുവതലമുറയിലെ കുട്ടികൾ. അവര് ഒരുപാട് ബിസിനസ് ഇങ്ങനെ ചെയ്യും, ഒരുപാട് ഫെയിലിയർ ആകും, പക്ഷെ കറക്റ്റ് അവർക്ക് ഒരുപാട് ചെയ്യുന്നതിൽ ഒരുപാട് പോയിന്റ്സ് മിസ് ആകുന്നുണ്ട്. സോ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, തുടങ്ങല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്മളൊരു പ്രൊഡക്റ്റ് പുതുതായി മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ അതൊരു ബ്രാൻഡിങ് കൺസെപ്റ്റിലാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റിലാണോ നമ്മൾ ആ ബിസിനസ്സിനെ ചെയ്യേണ്ടത്? അതായത് ബിസിനസ്സിനെ ഏത് രീതി ചെയ്യണോ എന്നുള്ളത് ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പർപ്പസ് എങ്ങനെയാണോ അത് ബ്രാൻഡ് ചെയ്ത് അതിനൊരു ലോങ് ടേം ബിസിനസ് ആക്കി മാറ്റണോ, അല്ലെങ്കിൽ അതൊരു ട്രേഡിംഗ് കോൺസെപ്റ്റിൽ ഷോർട്ട് ടേം ബിസിനസ് ആക്കി മാറ്റണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും അതേതാണ് നല്ലതെന്നുള്ളത്. ബ്രാൻഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തെങ്ങ് വെക്കുന്ന പോലെ, തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലൊന്നും അതിൽ നിന്നൊന്നും റിസൾട്ട് ഒന്നും വരില്ല. പക്ഷെ അത് റിസൾട്ട് വന്നു തുടങ്ങിയ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾ വന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മള് ഒരു ട്രേഡിംഗ് കൺസെപ്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പോ പച്ചക്കറിയൊക്കെ നടന്ന പോലെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് വരും, അത് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ജാവർക്ക, ഒരു പെട്ടെന്ന് നിങ്ങൾ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം, ആ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഇഗ്നോർ ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കോ? അങ്ങനെ എന്താ ചെയ്യുക? നമ്മള് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളെ അടുത്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ അറിയാത്ത ആളായിരിക്കും ആ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആള്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതായത് നമ്മളെ വാല്യൂ മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം. അല്ലാതെ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ളത്, നമ്മുടെ മണിക്കാണോ പവർ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനാണോ പവർ? പണത്തിനാണോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനാണോ പവർ കൂടുതൽ? അതായത് രണ്ടിനും അതിൻ്റെതായ പവർ ഉണ്ട്. പക്ഷെ മണി ഇല്ലാതെ മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പവർ വരുന്നത്. മണി ഉണ്ടാവുകയും അതോടൊപ്പം മൈൻഡ് സെറ്റ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല പവർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും കൂടി വേണം. രണ്ടും കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബിസിനസ് സക്സസ് ആക്കാനും ലൈഫിൽ സക്സസ് ആവാനും കഴിയും. നമ്മുടെ ഇലേരിയ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിക്കൊണ്ട് നമ്മുടെ മമ്മൂട്ടി വരുന്നു. ഈ ഒരു സമയത്ത് ഇത്രയും ലെജൻഡായ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രഷറാണോ ഉള്ളത്, അല്ലെങ്കിൽ പ്രൗഡാണോ ഉള്ളത്? മമ്മൂക്ക വന്ന സമയത്ത് നമുക്ക് രണ്ടും ഉണ്ടായിരുന്നു. പ്രൈഡ് മൊമെന്റും ആണ്, അതേ സമയം തന്നെ നമുക്ക് പ്രഷറും ഉണ്ട്. കാരണം പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ലെജൻഡ് വരുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുകയും അതിനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ഉണ്ടായിരുന്നു നമുക്ക് മമ്മൂക്ക
വരുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ വേറെ ഡൗട്ട്, ഉം. ശരിക്കും ഒരു ബ്രാൻഡ് അംബാസിഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റ് ഇല്ലാതെ ഒരു ബ്രാൻഡ് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റും? തീർച്ചയായും ഒരു ബ്രാൻഡ് വളരാൻ സെലിബ്രിറ്റിന്റെ അത്യാവശ്യമൊന്നുമില്ല. ഇല്ല. അത് സെലിബ്രിറ്റിനെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളടുത്ത് സമയമുണ്ടെങ്കിൽ നമ്മൾ സെലിബ്രിറ്റിന്റെ ആവശ്യമൊന്നുമില്ല ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. സമയമുണ്ട്, നല്ല കോൺസെപ്റ്റും ഉണ്ട്, നല്ല പ്രോഡക്റ്റും ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സെലിബ്രിറ്റിന്റെ ആവശ്യമില്ല. ബ്രാൻഡ് അംബാസിഡറിന്റെ സെലിബ്രിറ്റിന്റെ ആവശ്യമില്ല. ഇല്ല. പക്ഷെ അത് ഒരു ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലിബ്രിറ്റിനെ ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തും. അത് ബ്രാൻഡ് ബിൽഡിങ്ങിൽ കുറച്ചുകൂടി സ്പീഡ് ആക്കും പ്രോസസ്സ്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് പ്രത്യേകിച്ച് നമ്മള് ജൻസികൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ലൈഫില് ഇപ്പൊ പൊതുവെ ബിസിനസ്സുകാരൊക്കെ ലൈഫില് അക്കോർഡിംഗ് ടു യു ലൈഫില് സക്സസ് ആവാൻ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏത് കാര്യം പറയും? സക്സസ് ആവാൻ ഒരൊറ്റ കാര്യം എന്ന് ചോദിച്ചാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരാളെ മൈൻഡ് സെറ്റ് എന്നുള്ളത് തന്നെ. അയാളെ മൈൻഡ് സെറ്റ് നല്ല പവർഫുൾ ആണെങ്കിൽ അയാൾക്ക് എന്തും നേടാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു ഒറ്റ കാര്യം. മറ്റെന്തിനേക്കാളും ഒരാളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ പവർഫുൾ ആണെങ്കിൽ അയാൾക്ക് ബിസിനസ്സിൽ എന്തും നേടാൻ കഴിയും എന്നുള്ളതാണ്. അത് പണമായാലും ബന്ധങ്ങളായാലും ബാക്കി ബിസിനസ് ആയാലും എല്ലാം നേടണമെങ്കിൽ അയാൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം മൈൻഡ് സെറ്റ് ആണ് ആ ഒരു കാര്യം. അപ്പൊ ഗൈസ്, ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവർക്ക് താങ്ക് യു. ഈ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്, നമ്മളെ ഓഡിയൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെ താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു.